നമസ്കാരം. തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഒരു എത്തിനോട്ടം കൂടി. 2026 വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകും എന്ന് വിശ്വസിക്കുന്ന വിജയ് ആരാധകർ ഒരുപാടുണ്ട്. ആ എണ്ണം കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞൊരു ദിവസം വോട്ടർ സർവേ നടത്തിയ ഒരു സർവേയിൽ 18% പേര് വിജയ് മുഖ്യമന്ത്രിയാവുമെന്ന് പിന്തുണ അറിയിക്കുന്നു. 27% സ്റ്റാലിന്, 10% ഉള്ളൂ എടപ്പാടി പളനിസ്വാമിക്ക്, 8% ഉള്ളൂ അണ്ണാമലയ്ക്ക്. അപ്പോൾ എവിടെയും പ്രവർത്തിച്ച് എത്താത്ത ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഈ ഒരു വർഷം തികച്ചിട്ടേ ഉള്ളൂ. മൂപ്പര് ജനങ്ങളിലേക്ക് ഇടയിലേക്ക് ഇറങ്ങി ഇനിയും വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. മൂപ്പര് സിനിമ ഷൂട്ടിങ്, ജനനായകൻ്റെ ഷൂട്ടിങ്ങൊക്കെ ആയി ബന്ധപ്പെട്ട് ഇപ്പോഴും മൂപ്പര് ഫുൾ ഫ്രീ ആയിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സർവേ വന്നതും ഇതിൽ ഒരു 18% പറയുന്നതും. അതുതന്നെ വലിയൊരു കണക്കാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഒരു വർഷം കൂടുതൽ ഇനിയും സമയമുണ്ട് എന്നുള്ളതിരിക്കെ വിജയ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ആ സംഖ്യ വീണ്ടും കുത്തനെ ഉയരാനാണ് സാധ്യത. എന്നിരുന്നാൽ തന്നെയും മൂപ്പർക്ക് ഒറ്റയ്ക്ക് എവിടെയും എത്താൻ സാധിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ അണ്ണാ-DMK ആയിട്ട് ഒരു സഖ്യത്തിനുള്ള ഒരു സാധ്യത മൂപ്പർ എപ്പോഴും തുറന്നിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങേരുടെ സമ്മേളനങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങേരുടെ പ്രസംഗങ്ങളിലോ ഇങ്ങേരുടെ മറ്റ് നേതാക്കൾ സംസാരിക്കുമ്പോഴൊക്കെ തന്നെയും DMK-നെയും BJP-നെയും ഒക്കെ രൂക്ഷമായി വിമർശിക്കുന്ന സമയത്ത് അണ്ണാ-DMK-യോട് ഒരു മൃദു സമീപനമാണ് അവർ പുലർത്തിയിരുന്നത്. അത് ഇത്തരം ഒരു സഖ്യ സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയായിരുന്നു. അതിലാണ് ഇപ്പോൾ അമിത്ഷാ ചെക്ക് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എടപ്പാടി പളനിസ്വാമി ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും അമിത്ഷാ ഈ എടപ്പാടിയായിട്ട് ഒരു സഖ്യ ചർച്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എടപ്പാടി പളനിസ്വാമി അത് സമ്മതിച്ചിട്ടില്ല. അതിനുവേണ്ടിയല്ല ഞങ്ങൾ പോയത്, ഞങ്ങൾ വേറൊരു തമിഴ്നാട്ടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയൊക്കെ നടത്താനാണ് പോയതെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും സംഗതി ഇത് തന്നെയായിരിക്കാം. എടപ്പാടി പളനിസ്വാമി ആ അമിത്ഷായുടെ താല്പര്യങ്ങൾക്ക് നിന്നു കൊടുത്തില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അടുത്തൊരു നേതാവിനെ കൂടി അദ്ദേഹം ഡൽഹിക്ക് വിളിപ്പിച്ചു. ചെങ്കോട്ടയൻ എന്ന് പറയുന്ന മറ്റൊരു നേതാവിന്. എടപ്പാടി കൂടെ അതിന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. അറിയില്ല എന്ന് പറഞ്ഞത് തന്നെ ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ്, അല്ലെങ്കിൽ അണ്ണാ-DMK-യിൽ രണ്ട് വിഭാഗം വീണ്ടും ആയിരിക്കുന്നു എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എടപ്പാടി സമ്മതിച്ചില്ലെങ്കിൽ ചെങ്കോട്ടയൻ എന്ന ആ നേതാവിനെ വെച്ച്, അദ്ദേഹം പ്രമുഖനായ ഒരു നേതാവാണ്, അദ്ദേഹത്തെ വെച്ച് അണ്ണാ-DMK പിളർത്തുകയോ അല്ലെങ്കിൽ അണ്ണാ-DMK മൊത്തത്തിലോ അങ്ങോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് എടപ്പാടിയെ ഭീഷണിപ്പെടുത്തി അങ്ങോട്ട് മാറ്റാം, BJP-യിലേക്ക് ചേർക്കാം എന്നുള്ള തന്ത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ അമിത്ഷാ പ്രയോഗിക്കുന്നത്. അതുമാത്രമല്ല, ബാക്കിയുള്ള വിഷയങ്ങൾ കൂടെ ഉണ്ട്. ഇവരെ ടാസ്മാക് റെയ്ഡ് ചെയ്തിട്ട് കുറേ തെളിവുകളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ DMK അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ അണ്ണാ-DMK-യുടെ കാലത്തും അഴിമതികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ ടാസ്മാക്കിൽ 10,000 കോടിയുടെ അഴിമതികൾ. കാരണം അവരുടെ വരുമാന മാർഗ്ഗം അതാണ്, പാർട്ടിക്കായാലും സർക്കാരിനായാലും. പാർട്ടിക്ക് പകുതി സർക്കാരിന് പകുതി എന്നുള്ളതാണ് അവിടെ നയം, ടാസ്മാക്കിൻ്റെ ഈ ചാരായത്തിൻ്റെ. അപ്പോൾ അത്തരം കെണികളൊക്കെ അമിത്ഷായുടെ കയ്യിലുണ്ട്. അതെപ്പോൾ വേണമെങ്കിലും പ്രയോഗിക്കാം. ED ഉണ്ട്, മറ്റ് എല്ലാ സംവിധാനങ്ങളും അവർക്കൊപ്പം ഉണ്ട്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ഇവരെ DMK-നെ ആക്രമിക്കാത്തത്, DMK-യെ ആക്രമിച്ചു കഴിഞ്ഞാൽ അണ്ണാ-DMK-യും കൂടെ തുടരേണ്ടി വരും എന്നുള്ള പേടിയും കൊണ്ടാണ്. കാരണം അണ്ണാ-DMK BJP-ക്ക് ആവശ്യമുണ്ട്. DMK-നെ തൊട്ട് അണ്ണാ-DMK-നെ തുടരേണ്ടി വരും. അതുകൊണ്ട് സ്റ്റാലിൻ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്. കാരണം 3 ദിവസത്തോളം അവരുടെ ടാസ്മാക്കിൻ്റെ, നമ്മുടെ ബെവ്കോയിൽ, അതുപോലെ അവരുടെ സ്ഥാപനമാണ് തമിഴ്നാട് മാർക്കറ്റിംഗ്, ഈ ചാരായ ബന്ധപ്പെട്ടുള്ള മാർക്കറ്റിംഗ് നടത്തുന്ന വകുപ്പാണിത്. അപ്പോൾ ആ വകുപ്പിൻ്റെ ഓഫീസിലാണ് 3 ദിവസം അവർ റെയ്ഡ് നടത്തുകയും പല കമ്പനികളിലും റെയ്ഡ് നടത്തുകയൊക്കെ ചെയ്തിട്ട് കുറേ രേഖകളൊക്കെ പിടിച്ചുകൊണ്ടുപോയി, കുറേ പൈസയൊക്കെ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അതൊക്കെ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ DMK-ക്കെതിരെ അത് പ്രയോഗിക്കാത്തത്, അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അണ്ണാ-DMK കൂടെ ബാധിക്കപ്പെടും. അണ്ണാ-DMK ബാധിച്ചാൽ തീർച്ചയായും അത് BJP-ക്ക് ദോഷമാണ്, അവരുടെ വോട്ട് ഷെയറാണ്. കാരണം അവരുമായിട്ട് സഖ്യത്തിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഈ വിജയ് കൂടെ വന്ന സാഹചര്യത്തിൽ ഇതൊരു ത്രികോണ മത്സരമാകും. അങ്ങനെയാണെങ്കിൽ DMK-യുടെ വോട്ട് കുറച്ച് വിജയ്ക്ക് പോയി കഴിഞ്ഞാൽ അണ്ണാ-DMK-യുടെയും BJP-യും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് സർക്കാർ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ കണക്ക് കൂട്ടൽ.
പക്ഷേ വിജയെ സംബന്ധിച്ച് ബഹുദൂരം മുന്നിലാണ് എന്നാണ് കണക്കുകൾ കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ അണ്ണാ ഡി എം കെയുടെ കൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും വിജയ് അവിടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ എടപ്പാടിയെ മുഖ്യമന്ത്രിയാക്കിയിട്ട് ഇവർ തമ്മിൽ അതായിരുന്നു തോന്നുന്നു ഒരു തീരുമാനത്തിൽ ഇതുവരെ എത്താതിരുന്നത്. ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്തിന് ചൊല്ലിയായിരിക്കും ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് അവിടുത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകർ പറയുന്നത്. പക്ഷെ എന്തു തന്നെയായാലും ഈ ഇഡിയും മറ്റുള്ളവരെയൊക്കെ വെച്ച് വരട്ടിയിട്ട് തീർച്ചയായും അണ്ണാ ഡി എം കെ BJPയുടെ കൂടാരത്തിലേക്ക് തന്നെ എത്തിക്കും അമിത്ഷാ എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ വിജയ്ക്ക് എന്തായാലും അതൊരു തിരിച്ചടിയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ നിന്ന് പൊരുതേണ്ടി വരും, അല്ലെങ്കിൽ ഒരു വർഷ കാലയളവിനുള്ളിൽ ഏതെങ്കിലും ചെറുകിട പാർട്ടികൾ വന്ന് ചേർന്നാലായി. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ തീർച്ചയായും നിന്ന് പൊരുതി നേടിയെടുക്കേണ്ടി വരും. അത് എത്രത്തോളം മൂപ്പരെ വിജയത്തിലെത്തിക്കും എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു തലത്തിൽ കൂടെ മൂപ്പർക്ക് തിരിച്ചടി നേരിടുന്നുണ്ട്. മൂപ്പരുടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ജനനായകൻ അടുത്ത ജനുവരിയോടുകൂടി റിലീസ് ചെയ്യും. പൊങ്കലാണ് അവിടുത്തെ ഇന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ റെഡ് ജയൻ്റ് മൂവീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊഡ്യൂസറുടെ സിനിമ, അത് ശിവകാർത്തികൻ അഭിനയിക്കുന്നതാണ്. പരാശക്തി, സുധാ കൊങ്ങര സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ആ സിനിമയും ഇതിനോടൊപ്പം റിലീസ് ചെയ്യുന്ന അടുത്ത ദിവസം തന്നെ അനൗൺസ് ചെയ്തു. എന്നിട്ട് അവർ പറയുന്നത് വിജയൻ്റെ സിനിമയ്ക്കൊപ്പം ഞങ്ങൾ ക്ലാഷ് വെച്ചാൽ ഞങ്ങളാണ് ആദ്യം തന്നെ ഇത് അനൗൺസ് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. മൂപ്പര് അതിന് മുമ്പ് എപ്പോഴും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത്രേ. പക്ഷെ എന്തു തന്നെയായാലും അവർ DMKയുടെ അനുഭാവികളാണ്, അവർ പറഞ്ഞതേ കേൾക്കൂ. അത്തരത്തിലൊരു പ്രൊഡക്ഷൻ കമ്പനിയാണത്. സ്റ്റാലിൻ പറയുന്നത് അതിനപ്പുറത്തേക്ക് പോവില്ല. അപ്പോൾ വിജയ്ക്ക് എന്തായാലും ഒരു ചെക്ക് വെക്കാം. വിജയ് അങ്ങനെ ഒറ്റയ്ക്ക് വന്ന് ആ സിനിമ വിജയിപ്പിച്ചിട്ട് പോണ്ട എന്നുള്ള മനോഭാവത്തിൽ തന്നെയാണ്. ശിവകാർത്തികേയൻ ബാധിക്കപ്പെടും എന്നറിഞ്ഞിട്ട് തന്നെയാണ് അവരത് ചെയ്തിരിക്കുന്നത്. ശിവകാർത്തികേയൻ്റെ ആ സിനിമ വിജയിക്കുന്നതിനെക്കാട്ടിലും വിജയുടെ സിനിമ ഒറ്റയ്ക്ക് കൊണ്ടുപോകണ്ട എന്നുള്ള നിലപാടിലാണ് അവർ. അത് അവിടുത്തെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ശിവകാർത്തികേയന് സങ്കടം ഉണ്ടാകും, ശിവകാർത്തികേയൻ പറഞ്ഞു നോക്കിയിട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ ശിവകാർത്തികേയൻ്റെ വാക്കിനൊന്നും ഈ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടത്തിനിടയ്ക്ക് മുഖവിലേക്ക് എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വിജയുടെ കാര്യങ്ങൾ. ഏതൊക്കെ നിലയ്ക്ക് വിജയ് ബ്ലോക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചെല്ലാം ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ തലത്തിലും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. വിജയ്ക്ക് അണികളെ കാണാൻ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ സമ്മേളനത്തിൽ മൂപ്പര് തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ആരും അനുമതി കൊടുക്കുന്നില്ല, പോലീസിൽ നിന്നായാലും മറ്റും ഒക്കെ തന്നെ. കഴിഞ്ഞ സമ്മേളനത്തിൽ മൂപ്പര് അത് തുറന്നു പറഞ്ഞിരുന്നു. ഒരു നേതാവ് അങ്ങനെ തുറന്ന് സമ്മതിച്ചു. നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കുടത്തിൽ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് തമിഴ് മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നെങ്കിൽ മൂപ്പരുടെ വായുന്നത് കേട്ടപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും ബോധ്യമായി. അപ്പോൾ വിജയനെ പേടിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. വിജയനെ പേടിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വിജയുടെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും നോക്കാം. 2026 തെരഞ്ഞെടുപ്പ് എല്ലാവരും ആകാംക്ഷയോടെ തമിഴ്നാട്ടിന് ഉറ്റുനോക്കുകയാണ്. എല്ലാ നാറിയ കളികളും അയാളെ തോൽപ്പിക്കാൻ വേണ്ടി കളിക്കും. സ്റ്റാലിന് ആ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നിലനിർത്തുക എന്നുള്ളത് അറ്റകൈ പ്രയോഗത്തിന് അയാൾ എന്തിനും ശ്രമിക്കും എന്നൊക്കെയാണ് അവിടുന്ന് പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും കാത്തിരുന്ന് കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണാം.